നമസ്തേ ചിൽഡ്രൻ. 2020 അവസാനിക്കുകയാണ്. നമ്മൾ പുതുവർഷം കടന്നു വരും 2021. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിപ്പിച്ച ഞാൻ ഇതുവരെ എടുത്ത എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ വരച്ച് പഠിച്ചിട്ടുണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം. നമുക്ക് 2020 ഇനിയിപ്പോൾ ഒരുപാട് ക്ലാസ്സൊന്നും കിട്ടത്തില്ല, 1-2 ക്ലാസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്തായാലും ഞാൻ ക്രിസ്മസുമായി ബന്ധപ്പെട്ട ഒരു ചിത്രം ഇന്ന് വരയ്ക്കാം. വൈറ്റ് ബോർഡിൽ തന്നെയാണ് വരയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ പോരായ്മ ഉണ്ടാവും, എന്നാലും നിങ്ങൾ വരച്ച് പഠിക്കുക. എന്താ വരയ്ക്കുക, നമ്മളൊരു ഗ്രീറ്റിംഗ് കാർഡ് പോലെ, ഒരു ക്രിസ്മസ് ഗ്രീറ്റിംഗ് കാർഡ്, ഒരു ന്യൂ ഇയർ ഗ്രീറ്റിംഗ് കാർഡ് പോലത്തെ ഒന്ന് ഡിസൈൻ ചെയ്ത് കാണിക്കാം. ഓക്കെ. സാന്താക്ലോസ് അപ്പൂപ്പനെ വരയ്ക്കാൻ അറിയാമല്ലോ. അതിപ്പോൾ വരയ്ക്കാൻ നമുക്ക് സമയമില്ല. നമുക്കൊരു 10-15 മിനിറ്റിനകത്ത് ഇത് തീർക്കണം. അപ്പം സാന്താക്ലോസിൻ്റെ ഹെഡ് മാത്രമല്ല, അപ്പൂപ്പൻ്റെ തല മാത്രം ഒന്ന് വരച്ച് തരാം. ഓക്കെ, നോക്കാം എങ്ങനെയാണെന്ന്. നമുക്ക് സിമ്പിളായിട്ട് വരയ്ക്കാം. അങ്ങനെ നമുക്കൊരു കണ്ണിങ്ങനെ വരയ്ക്കാം, അല്ലേ? ഒരു കണ്ണ് വരയ്ക്കാം. സാന്താക്ലോസ് അപ്പൂന് വലിയ പിരിയുണ്ട്, ഇങ്ങനെ വലിയ പിരിയുണ്ട്. നല്ല മീശ ഉണ്ടാവും അല്ലല്ലേ? അപ്പം നമുക്കൊരു മീശ വരച്ചാലോ? മീശ വരയ്ക്കാം. നമുക്ക് സാന്താക്ലോസ് അപ്പൂപ്പനെ ജനിച്ചിരിക്കാം. ഇനി തൊപ്പി വരയ്ക്കാം. സാന്താക്ലോസ് അപ്പൂപ്പൻ നല്ല ഫ്രില്ല് പോലത്തെ തൊപ്പിയാണ്. വലിയ താടിയല്ലേ സാന്താക്ലോസ് അപ്പൂപ്പന്, അല്ലേ? സാന്താക്ലോസ് അപ്പൂപ്പൻ്റെ വലിയ തൊപ്പിയൊക്കെ വരയ്ക്കാൻ കുറച്ചുകൂടെയൊക്കെ ഡിസൈനൊക്കെ ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് മൊത്തത്തിൽ വരയ്ക്കാൻ പറ്റും. അത് വരച്ച് പഠിക്കാം. നമുക്ക് സമയമില്ല, അതിന് വരച്ച് പഠിക്കാം. ഓക്കെ, ഞാനിത് മറക്കുകയാണേ. ക്രിസ്മസുമായി ബന്ധപ്പെട്ട് നമുക്ക് വേറെ എന്തൊക്കെ വരച്ച് പഠിക്കാൻ പറ്റും? ക്രിസ്മസ് ട്രീ വരയ്ക്കാൻ പറ്റും, അല്ലേ? നമുക്കൊരു ക്രിസ്മസ് ട്രീ വരച്ച് നോക്കിയാലോ? നമുക്ക് എളുപ്പമാണത്. നമ്മൾ 4 വരയ്ക്കും പോലെ നമുക്ക് ക്രിസ്മസ് ട്രീ വരയ്ക്കാൻ പറ്റും. ഇതാ കണ്ടില്ലേ, ഇത് 4 വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം, കണ്ടില്ലേ? ഇങ്ങനെ വരയ്ക്കാം. അതുപോലെ നമുക്ക് ഈ വരച്ചിട്ട് കണ്ടില്ലേ, ഇങ്ങനെ ഈ വരച്ചിട്ട് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ക്രിസ്മസ് ട്രീ വരയ്ക്കാൻ നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ കഴിയും. ഇത് എളുപ്പമാണ്. പൈൻ മരങ്ങൾ വരയ്ക്കുന്ന പോലെയാണ്. ഇത് നമുക്കിതുപോലെ വരച്ച് നോക്കാം, കണ്ടില്ലേ? ക്രിസ്മസ് ട്രീ. ഈ മഞ്ഞ് കിടക്കുന്നതുകൊണ്ട് അവർ പ്രത്യേക രീതിയിലാണ് വരയ്ക്കുന്നത്. മഞ്ഞിൻ്റെ ഒരു ഇതുണ്ടാവും എപ്പോഴും. ഈ വൈറ്റ് ബോർഡിൽ വരയ്ക്കുന്നതിൻ്റെ പോരായ്മ എപ്പോഴും ഉണ്ടാവും, എന്നാലും വരച്ച് പഠിക്കാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പോലെ വരച്ചിട്ട് നമുക്കിതിനെ വരയ്ക്കാൻ പറ്റും. കുറച്ച് കൂടുതൽ വരച്ച് നോക്കാം. നമുക്ക് വീണ്ടും ഇനിയും നമുക്ക് വരയ്ക്കാം. കുറച്ചുകൂടെ ചെറുത് വരയ്ക്കാം. ഞാൻ ഇടയ്ക്ക് പഠിപ്പിച്ചിരുന്നൊരു കാര്യമുണ്ട്. എന്താണ്? നമ്മുടെ ഏരിയൽ പേഴ്സ്പെക്റ്റീവ് എന്ന് പറഞ്ഞ നിയമം. പേഴ്സ്പെക്റ്റീവ് എന്താണ്? ദൂരം കൂടുന്തോറും ചെറുതായി വരുന്നത്. അതിനെയാണ് നമ്മളെന്താ പറയുക? പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ വീട് വരച്ച് പഠിച്ചതല്ലേ, അതുപോലെ നമുക്കൊരു വീട് വരച്ചാൽ നമ്മളിവിടെ വരയ്ക്കുന്ന പോലത്തെ ഒരു വീട്, കണ്ടില്ലേ?
ഇനി നമുക്ക് അവിടുത്തെ രീതിയിലേക്ക് ഇതിനെ മാറ്റാം. അപ്പോൾ അതെന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ കുറച്ച് മഞ്ഞ് വീഴുന്ന പോലെ ഇങ്ങനെ കിടക്കണ്ട. അപ്പോൾ അവരുടെ ഒരു ജനൽ ഇങ്ങനെ അല്ലെങ്കിൽ വേറൊരു സ്റ്റൈലിൽ വരയ്ക്കാം. മഞ്ഞിൻ്റെ ഒരു ഇതുണ്ടാവും. ഇവിടെയൊക്കെ ചെറുതായിട്ട് നമുക്കെന്ത് വരയ്ക്കാം? ചെറിയ പൈൻ മരങ്ങൾ വരയ്ക്കാം. സൈപ്രസ്, ക്രിസ്മസ് ട്രീ വരയ്ക്കാം. അതിങ്ങനെ ഏറ്റക്കുറച്ചിലോട് കൂടി വരും. അപ്പോൾ അതൊരു വഴിയായിട്ട് വഴി ഇങ്ങനെ പോട്ടെ. ഇങ്ങനെ വീട്ടിലേക്കുള്ള വഴി. ഇവിടെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഇവിടെയൊക്കെ ഈ പൈൻ മരങ്ങൾ വരയ്ക്കാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ ഇവിടെ കുറച്ച് വേലി വരയ്ക്കാം. ഇവിടെയൊക്കെ വരയ്ക്കാം. ഇവിടെ നമുക്ക് വേണമെങ്കിൽ വീടൊക്കെ വയ്ക്കാം. ഈ പുകക്കുഴൽ പോലെ വീടുകളിലെല്ലാം ഉള്ള ഒരു ഇതാണ്. ഇങ്ങനെ പുകയൊക്കെ പോകും. ഇങ്ങനെ വേണമെന്നില്ല. നമുക്ക് ഓക്കെ, ഇത് വരച്ച് പഠിക്കുക. നല്ല രസമായിട്ട് എല്ലാവർക്കും വരച്ച് പഠിക്കാൻ പറ്റുന്നതാണ്.
വളരെ എളുപ്പത്തിന് വരച്ച ചിത്രമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ വരച്ച് പഠിക്കുക. സമയം ഒരുപാടുണ്ട്. എന്തായാലും കോവിഡ് എന്ന് പറയുന്ന മഹാമാരി വൈറസ് അല്ലേ, നമ്മൾ ഒരു വർഷക്കാലം സ്കൂളിലൊന്നും പോകാതെ വീട്ടിൽ തന്നെ പിടിച്ചിരുത്തി. അടുത്ത വർഷം തീർച്ചയായിട്ടും 2021 നമുക്ക് എന്തായാലും സ്കൂളിൽ പോകാൻ കഴിയും അല്ലേ. അപ്പോൾ എന്തായാലും ഞാനെൻ്റെ ആശംസകൾ നേരുന്നു, ക്രിസ്മസ് ആശംസകൾ നേരുന്നു, ഒപ്പം തന്നെ പുതുവത്സരാശംസകൾ. ഓക്കെ, വിഷ് യു a happy Christmas and happy New Year. Okay.